ഹസ്ബൻഡ് ഒരു ജീനിയസ് ആണെന്ന് ഇവിടെ പലരും മനസ്സിലാക്കാൻ പോകുന്നു. എന്റെ മനസ്സാണിത്. അമ്മേനെ വിളിച്ച് ഞാൻ ഇതിനകത്ത് കയറാറുള്ളൂ. ഇമോഷണലി പ്രേക്ഷകനെ കണക്ട് ചെയ്ത് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കാൻ തന്നെയാണ് തുടക്കത്തിൽ തന്നെ പ്രശാന്ത് നീൽ ശ്രമിക്കുന്നത്. എനിക്കൊരു സ്റ്റൈലുണ്ട്, പക്ഷെ എനിക്ക് അത് തുടക്കത്തിൽ തീരെ കണക്ട് ആയില്ല. അങ്ങനെയും ചിലർ പറയും. അതിനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഭാഷയാണ്. നമ്മുടെ ഭാഷ മലയാളം വലിയ കുഴപ്പമാണ്. അത് ശരി. വേറെ ഏതെങ്കിലും ഭാഷയിൽ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ സിനിമ എന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ്. വെറുതെ കുറെ മലയാളം വേസ്റ്റ്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പ്രശാന്ത് നീൽ എഴുതിയ ഡയലോഗുകളുടെ കുഴപ്പം കൊണ്ടല്ലത്. ഇത് ഞാൻ തമിഴിലാണ് കണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ക്രിഞ്ചടിക്കില്ല ഡയലോഗ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളി പറയടാ ആരാവൻ അങ്ങനെ ചോദിക്കുന്നേ. ഇവരടാ അതിന്റെ മൂക്ക് പണ്ടം മുക്കല്ലേ മൂക്ക് പണ്ടം ഈ സാധനം. ഇലക്ട്രിക് വയറല്ല, ഇലക്ട്രിക് പോസ്റ്റാണ്. ഇതൊക്കെ മലയാളത്തിൽ കേട്ടതോടെ തന്നെ വയ്യാതായിപ്പോയി. ബിഗിനിങ് ഇറ്റ് സെൽഫ് അറിയാം, മൊത്തം ഒരു കരിമയാണ്. കാരണം പ്രശാന്തിന്റെ ആ ഒരു കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ് ഇപ്പൊ. ഇതുപോലെ അടുത്ത കാലത്ത് വയ്യാത്ത ഒരു കഥാപാത്രവും ഒരു നടിയും. ഒന്നാമതായിട്ട് ശ്രുതിഹാസൻ കുറെ നാളായിട്ട് വയ്യാത്ത കളവന്മാരെ കൂടിയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ തന്നെ KGF പോലെ കഥ കേൾക്കുന്നത് ഇവരാണ്. എല്ലാം എനിക്ക് വിശദമായിട്ട് അറിയണം. എന്റെ പൊന്നോ, ശ്രുതിഹാസന് തീരെ വയ്യായിരുന്നു എന്നുള്ളതാണ് ഈ സിനിമക്കകത്ത്. ഉറക്കം വരുന്നു. സിനിമ വളരെ നല്ല പേസിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് പട്ടേന്ന് പറഞ്ഞാൽ പോണത്. ടിപ്പിക്കൽ പ്രശാന്ത് നീൽ ഫിലിം മേക്കിംഗ്. ഇപ്പൊ കണ്ടില്ലേ, അത് മതി താടിയ. അതിനിടയ്ക്ക് ഈ പ്രശാന്ത് നീലിന്റെ ഈ അമ്മപ്പാസം അത്തരം കഥാപാത്രങ്ങൾ KGF ഉണ്ടല്ലോ. പ്രഭാസ് ഇങ്ങനെ നടന്നു വരുവാണ്. അപ്പം പ്രഭാസിന്റെ അമ്മയെന്ന് ഭയങ്കര വയലന്റ് ആൻഡ് ഇമോഷണൽ ആവും എന്നൊക്കെ വിളിച്ചിട്ട് പ്രഭാസിന്റെ അമ്മ പ്രഭാസിനോട് ചോദിക്കുകയാണ്, ഇത്രയും വലിയ ഡിനോസറിന്റെ അടുത്ത് ചോദിക്കുകയാണ്, എത്ര പ്രാവശ്യം പറയണമെടാ 6 മണിക്ക് മുന്നേ വീട്ടിൽ വരണമെന്ന്. എനിക്കൊരബദ്ധം പറ്റി. അയ്യോ തിയേറ്ററിൽ ആളുകൾ ചിരിച്ചിട്ട് കാര്യം. മനുഷ്യരുടെ ജാതകമല്ലേ, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ സമയം നന്നായിരുന്നു, ഇപ്പൊ മോശ. ഇനി നന്നായാല എനിക്ക് തോന്നുന്നില്ല. ഹൈറ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ നടത്തം കൊണ്ട് കറക്റ്റ് ഒരു ഡൈനോസർ തന്നെ പ്രഭാസ്. പ്രഭാസ് ഇടിക്കാൻ പോകുന്നത് ഡൈനോസർ മറച്ചിടാൻ പോണ്. പക്ഷെ എന്തിന് എന്നുള്ളൊരു തോന്നല. പക്ഷെ ശക്തനാണ് പ്രഭാസ്. ഇങ്ങനെ ഒരു ഇരുമ്പിന്റെ തൂണിങ്ങനെ പിടിക്കും. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പിടിച്ചിട്ട് പ്രഭാസ് കൈയെടുക്കുന്ന സമയത്ത് തൂണിന്റെ മുകളിൽ, ഇരുമ്പിന്റെ ആണെ ഒരിക്കിന്റെ തൂണിന്റെ മുകളിൽ പ്രഭാസിന്റെ ഫിംഗർ. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. അത്രയും ശക്തിയുണ്ട് പ്രഭാസിന് എന്നുള്ളതാണ്. പ്രഭാസിന്റെ കഥാപാത്രത്തിന്റെ വേറെ ഹോബി എന്ന് പറഞ്ഞാൽ മുളക് പൊടി വരുത്തുന്നോ. മുളക് പൊടി ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. പിറ്റേന്ന് കക്കൂസ് പോകുന്ന അവസ്ഥ എന്താണെന്ന് സിനിമ കാണിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ മുളക് പൊടി കഴിക്കുക, ഈ അമൃതം പൊടി ബൂസ്റ്റ് ഒക്കെ അടിച്ചുമാരി കഴിക്കുന്ന ആൾക്കാരെ കണ്ട് മുളക് പൊടി എത്ര പ്രാവശ്യം പറയണമെടാ 6 മണിക്ക് മുന്നേ വീട്ടിൽ വരണമെന്ന്. ഞാൻ കുറച്ചേരം ദാവൂട്ടി വെള്ളത്തിലിട്ടിട്ട് നാം யாருக்கு என்ன தீங்கு செய்தோம்? நமக்கு மட்டும் ஏன் இப்படி எல்லாம் நடக்கிறது?